അസ്സാം വലൈക്കും വറഹമത്തുള്ള. ഈ റമദാനിൻ്റെ ആദ്യ ദിനത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് PT റിയാസ് ഉല്ലമ്മയാണ്. റിയാസ്ക, അസ്സാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലേ. കാരണം കഴിഞ്ഞ റമദാനിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമദാനില്ല. അപ്പോൾ അൽഹംദുലില്ലാ പഠിച്ചോനെ ഈ ഒരു റമദാനിലൂടെ നമ്മളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ എത്രയും പഠിച്ചോനോട് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇപ്പം ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഒരുപാട് ആരാധന കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ നോമ്പെടുക്കാറുണ്ട്, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നവരുണ്ട്, പിന്നെ നമസ്കരിക്കാറുണ്ട്, നമ്മളെല്ലാ സൽക്കർമ്മങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ പഠിച്ചോൻ സ്വീകരിക്കുന്നുണ്ടാവുമോ? കാരണം ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ആ ഒരു തെക്കുവനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നമസ്കാരം അങ്ങനെയാണോ? പല അപാകതകളൊക്കെ പല നിസ്കാരത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നോമ്പിൻ്റെ പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് വന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്, പഠിച്ചോ നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കാറുണ്ടോ? അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുമോ? നാളെ പഠിച്ചോൻ്റെ അടുക്കലെത്തുമ്പോൾ ഒന്നുമില്ലാത്തവരായി മാറുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ പരലോകത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. പരലോകത്ത് വിജയം നേടണമെങ്കിൽ നമുക്ക് അമലുകൾ വേണം. സ്വാലിഹായ അമലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യവും ഇപ്പോൾ ദുനിയാവിലെ നമുക്കുള്ള അധികാരമോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ അതൊന്നും മാനദണ്ഡമല്ല. അമലു സ്വാലിഹാത്തുകൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇത് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും ആലോചിക്കേണ്ട സംഗതി ഇതാണ്, ഇത് സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞാൽ ആ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമസ്കരിക്കുന്ന ആളുകൾ ഒരേ നമസ്കാരമാണ് നമസ്കരിച്ചത്. പക്ഷെ നമസ്കരിച്ച് പോകുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ 10 വരെ കിട്ടിയ ആളുകളുണ്ടാവുന്ന കൂലി. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം. കാരണം ഒരേ നമസ്കാരം ഒരേ സമയത്ത് സ്വഫായി ജമാഅത്തായി നമസ്കരിച്ചവരിൽ തന്നെ വിവിധങ്ങളായി കൂലി കിട്ടിയ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം സ്വീകരിക്കാൻ കുറേ മാനദണ്ഡങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അതാരും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കത് അതാഉസ്സലമ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ചരിത്രം അത് വല്ലാതെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതപ്പ് വിൽപ്പനക്കായിരുന്നു അദ്ദേഹം. പുതപ്പ് വിൽപ്പനക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പുതിയൊരു പുതപ്പ് നെയ്തുണ്ടാക്കി അങ്ങാടി കൊണ്ടുവന്ന് വിൽപ്പനക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന ഏറ്റവും നല്ല പുതിയ രീതിയിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്, തുന്നി നെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പക്ഷെ ആളുകൾ അതിൽ കുറേ കുറ്റങ്ങൾ കണ്ടെത്തുകയാണ്. ആ പക്ഷിയെ ഇങ്ങോട്ട് മാറ്റി വരച്ചിരുന്നെങ്കിൽ ഈ ചിത്രം അങ്ങോട്ട് വരാൻ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം കരയുന്നത്. അപ്പോൾ കരയുന്നത് ഈ പുതപ്പിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടല്ല, അദ്ദേഹം പറഞ്ഞത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരലോകത്തെത്തുമ്പോൾ നാളെ എൻ്റെ ഇബാദത്തുകളിലും അള്ളാഹു ഇതുപോലെയുള്ള ന്യൂനതകൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു അവസരമല്ലല്ലോ എന്നുള്ളതാണ്. രണ്ടാമതൊരു ചാൻസ് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ നോമ്പ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മമാണ്. ഏതൊരു വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. ഏറെ പ്രതിഫലമുള്ള നോമ്പ് മറ്റുള്ള ആരാധനാകർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമൊക്കെ നൽകുന്ന ഒരു റമദാൻ. അപ്പോൾ ആ റമദാനിലെ നോമ്പുകൾ നമുക്ക് വളരെയധികം സ്വീകാര്യമായ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് എൻ്റെ ആരാധനാ കർമ്മങ്ങൾ? ഇപ്പോൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അങ്ങനെ തുടങ്ങി എല്ലാ അമലു സ്വാലിഹാത്തുകളും സ്വീകരിക്കാൻ എന്താണ് മാനദണ്ഡം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് വേണം അത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണ്. ഇപ്പോൾ നീയത്ത്, ഇപ്പോൾ നമ്മളെന്തായിക്കോട്ടെ ഒരു നീയത്തില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ നമുക്കൊരു നീയത്തുണ്ടല്ലോ, പഠിച്ചോനെ ഈ നിസ്കാരം നീ സ്വീകരിക്കണം, അല്ലെങ്കിൽ പഠിച്ചോൻ്റെ നിന്ന് പ്രതിഫലം കിട്ടാനാണ് നമ്മൾ നിസ്കരിക്കണമെന്ന്. ഇപ്പം ഞാനിപ്പോൾ അടുത്തൊരു ഹദീസ് വായിച്ചതിൽ അങ്ങനെ പറയുന്നത്, പൊതുവേ ഞാനൊക്കെ മനസ്സിലാക്കിയത് ഷഹീദ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഷഹീദിനുള്ളതാണ് സ്വർഗം. കാരണം വിചാരണ അല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കപ്പെടുന്നു. അപ്പം ഞാൻ ആ ഹദീസ് വായിച്ച സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കായി. ആ ഹദീസിൽ പറഞ്ഞത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 3 ആളുകൾ ആദ്യം പറഞ്ഞത് ഷഹീദാണെന്ന്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയി വായിച്ച സമയത്ത് അതിലിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷഹീദ് യുദ്ധത്തിൽ പങ്കെടുത്തത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രീതി പ്രതീക്ഷിച്ചിട്ടല്ല. എല്ലാവരും കാണുന്നുണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ച കാരണം ഒരു വിചാരണ പോലും ഇല്ലാതെയാണ് നേരെ എന്ത് ചെയ്യുന്നത്, നരകത്തിലേക്ക് ഇടണമെന്ന്. അപ്പോൾ നമ്മളെ നീയത്ത് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ നീയത്ത് വ്യക്തമല്ലെങ്കിൽ സ്വർഗം
അല്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കാര്യത്തിനുള്ള പ്രതിഫലം ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നീയത്തിൻ്റെ പ്രാധാന്യം എന്താ? എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ അമലുകളിലും ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നിയ്യത്താണ്. ഇപ്പം നേരത്തെ പറഞ്ഞത് ആളുകളെ കാണിക്കാനുള്ള റിയ എന്നുള്ള സംഗതിയാണ്. അത് പല ആളുകളും ഇപ്പം നിയ്യത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് ബോധം ഉണ്ടാവുക, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ബോധം ഉണ്ടാവുക. രണ്ടാമത്തെ നിയ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളിത് എന്തിന് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഇപ്പോൾ വിശ്വാസിനികൾ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് പരലോകത്ത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏതൊരു അമല് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കിത് എന്തിനു വേണ്ടി ചെയ്യുന്നുള്ള, അപ്പോഴാണ് നമുക്കത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിയ്യത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും കൂടിയും ശരിക്കും ആഴത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി, നിയ്യത്തൊന്നുമില്ല, അത് അയാളുടെ ക്ഷീണം മാറ്റാനുള്ളതാണ്. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്ന ഒരാൾ, അയാൾക്ക് നോമ്പിൻ്റെ നിയ്യത്തില്ല എങ്കിൽ അയാൾ പട്ടിണി കിടന്നു, അയാൾക്ക് നോമ്പില്ല. അപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമാണ്. ഇനിയിപ്പോൾ അതിൽ തന്നെ നിയ്യത്ത് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ അത് നാവിന് പ്രസക്തിയില്ല, ആണ് ഏറ്റവും അടിസ്ഥാനം. ചൊല്ലി പറയുന്ന ആളുകൾ കുറേ ഉണ്ട്. ഇപ്പോൾ കൂട്ട നിയ്യത്തൊക്കെ ഉണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ഇങ്ങനെ ചൊല്ലി കൊടുക്കുക, ബാക്കിയുള്ളവരെ ഏറ്റി ചൊല്ലുക, അങ്ങനെ ഒരു സംഗതി ഇല്ല ശരിക്കും. നമ്മൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് പിന്നെ മഹല്ലു നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അൽ ഖൽബ് എന്ന ഹൃദയം, മനസ്സിൽ അതിൻ്റെ കരുതലുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ റമദാനിലേക്ക് ശരിക്കും നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അതിനെ നമുക്ക് ഹദീസുകളിലൊക്കെ വായിക്കാൻ പറ്റും. അത് പ്രഭാതത്തിന് മുമ്പേ എന്തുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള കരുതലുണ്ടായിരിക്കണം. കാരണം രാവിലെ നോമ്പ് തുടങ്ങി, അപ്പം അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ഞാൻ നാളെ നോമ്പെടുക്കുന്ന നോമ്പുകാരനാണ് എന്നുള്ള നിയ്യത്ത് അയാളുടെ മനസ്സിലുണ്ടാവണം. അതിങ്ങനെ ചൊല്ലി പറയുന്ന രീതിയൊന്നും ശരിക്കും ഇല്ല. പല ആളുകളും അങ്ങനെ ഉണ്ട്. നോമ്പിൽ മാത്രമല്ല, ഒളുവിനൊക്കെ ചില ആളുകൾ വെള്ളം ഇങ്ങനെ കൈ പിടിച്ചിട്ടൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. നിസ്കാരത്തിനൊക്കെ ചിലപ്പോൾ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. മനസ്സാണ് അതിൻ്റെ കേന്ദ്രം. ഉംറന്റെയും ഹജ്ജ് ഇതിന്റെ കേസ് വരുമ്പോൾ അത് വേറെ, അതുമായി ഹജ്ജും ഉംറയുമായിട്ടുള്ള ആരാധനകരമായിട്ട് അങ്ങനെ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയേണ്ട സംഗതി തന്നെയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നോമ്പ്, അവിടെ നമുക്ക് കരുതൽ നമ്മുടെ മനസ്സിലാണ് അത് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നതിൽ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടും. ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വന്നാൽ പിന്നെ ആളുകളെ കാണിക്കുക. അപ്പം നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അസൗമു ലീ എന്നാണ് പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണെന്നാണ് പറഞ്ഞത്. ഞാനതിന് പ്രതിഫലം കൊടുക്കുന്നതാണ് പറഞ്ഞത്. അള്ളാഹ് നേരിട്ട് പ്രതിഫലം കൊടുക്കുന്ന നോമ്പുകാർക്ക് പ്രവേശിക്കാൻ തന്നെ പ്രത്യേകമായി റയ്യാൻ എന്നൊരു കവാടം തന്നെയുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിയ്യത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്, രണ്ട് എന്തിന് ചെയ്യുന്നു എന്നുള്ളത്. ഈ ആരാധനയെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇപ്പോൾ റമദാൻ, ഞാൻ നോമ്പാണ്, നോമ്പിന് എനിക്ക് ഇത്ര പ്രതിഫലമുണ്ട്, ഇത് അള്ളാഹ് എനിക്ക് നേരിട്ടുള്ള പ്രതിഫലമാണ്, സ്വർഗത്തിൻ്റെ കവാടമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, നമ്മൾ ഉള്ളറിഞ്ഞ് നമുക്കത് എടുക്കാൻ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ കഴിയും. അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് നേരിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ അള്ളാഹ്ക്ക് അറിയാം അയാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ എല്ലാവരും നോമ്പെടുക്കണം, അപ്പോൾ എനിക്കും നോമ്പാണെന്ന് ആളുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ പറയുന്നല്ലാണ്ട് ചിലപ്പോൾ അയാൾക്ക് എന്തുണ്ടാവില്ല, നോമ്പുണ്ടാവില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിയ്യത്തില്ലാതെ, അതല്ലെങ്കിൽ നമുക്കൊരു ബോധ്യമില്ലാതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി നോമ്പുകാരനാണ് ഇപ്പം ഞാനായിട്ട് മാറി നിൽക്കേണ്ട എന്തിനാ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില ആളുകൾ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും വേണം. നിയ്യത്ത് അടിസ്ഥാനമാണ്, അത് ചൊല്ലിപ്പറയലല്ല. നോമ്പിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചൊല്ലിപ്പറയലല്ല, നമ്മുടെ കരുതൽ. ആ മഹല്ലു നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് കൽബാണ്, മനസ്സിലുണ്ടാവലാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നീയത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഈ നീയത്ത് എന്നുള്ള ആരാധന കർമ്മങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നീയത്താണ്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ, ഞാൻ മോന് ചെറിയ വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഉംറക്ക് പോയത്. ഞാനും ഹസ്ബൻഡും മോനും ഉംറക്ക് പോയി. അപ്പോൾ ആ സമയത്ത് നമ്മളത്രയും ആഗ്രഹിച്ചിട്ടാണ് കുറേ കാലത്തെ പ്രാർത്ഥനയും അല്ലെങ്കിൽ കുറേ കാലത്തെ കഷ്ടപ്പാടിൽ നമ്മൾ ആ ഉംറക്ക് എത്തുന്നത്. അവിടെ എത്തിയ സമയത്ത് കുട്ടികളാണല്ലോ, കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവന് ഭയങ്കര വാശി, കാരണം കുറേ കാണാത്ത ആളുകൾ, കാണാത്ത സന്ദർഭങ്ങളും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച പോലൊന്നും ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹറമിലെത്തുക, നിസ്കരിക്കാൻ ജമാഅത്തിന് കഴിയട്ടെന്ന അപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കണം. അവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടുത്തുണ്ടാവില്ല, കുറേ പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോരെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, കരയും. അപ്പോൾ നമ്മൾ ഇവനെടുത്ത് പോകും. അപ്പോൾ തന്നെ നമുക്ക് ആ ജമാഅത്ത് അവിടെ മിസ്സാവുകയാണ്. അതുപോലെ തവാഫ് ചെയ്യണ സമയത്തൊക്കെ അവനെ എടുക്കണം, വേറെ ആരെയും പറ്റില്ല. അപ്പോൾ അവനെടുത്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ ഇവിടുന്ന് അത്രയും യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയിട്ടും
ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. പഠിച്ചോനെ ഞാൻ അത്രയും ആഗ്രഹിച്ച് ഇവിടെ എത്തി, ഒരുപാട് അത്രയും കാലത്ത് ആഗ്രഹത്തോടെ എത്തി. പക്ഷെ ഇവിടെ എത്തിയിട്ടും ഞാൻ വിചാരിച്ച പോലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ. മോന് നോക്കാനുള്ളതുകൊണ്ട് ഒരു സമയത്ത് ഞാൻ അവനെ കൊണ്ടുവരാണ്ട് വന്നിരുന്നെങ്കിൽ തന്നെ വിചാരിച്ചൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, ഞങ്ങളിങ്ങനെ സഹ ചെയ്യണ സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്, അനിയത്തി ചെയ്യുന്നുണ്ട്. ഞാൻ മോനെടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ ചുറ്റോടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അവനെടുത്ത് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇവർ വന്നിട്ട് എൻ്റെ മേലിൽ സംസം തെളിച്ച് തരുന്നുണ്ട്. ക്ഷമ ഉണ്ടാവും. എനിക്ക് അവരെ ഭാഷ ഏതാണെന്ന് അറിയില്ല, എനിക്കാകെ സൊബറ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ക്ഷമ ഉണ്ടാവട്ടെ, പഠിച്ചോ ക്ഷമ തരട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, ചിലപ്പോൾ ഇവർ ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷെ ഞാൻ പഠിച്ചോനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൂടിയാണ് എൻ്റെ മോൻ. അപ്പോൾ അവൻ്റെ കാര്യം നോക്കുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ ആ ഒരു നെയ്യത്തോടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ആ ചെയ്യണ ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇവർക്കും വേണ്ടി, ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അനിയത്തിക്കോ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഉത്തരവാദിത്തം കൂടി ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എൻ്റെ നെയ്യത്ത് ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് ചെയ്യണത്, അല്ലെങ്കിൽ മോൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളതോട് കൂടിയിട്ടാണ് പഠിച്ചോനെ ഇതും കൂടി സ്വീകരിക്കണേ എന്ന് ചെയ്തില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ പല ഉമ്മമാരും, അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, പല ഉമ്മമാരും പറയുന്നതാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനിലൊക്കെ നമ്മൾ വിചാരിക്കും റമദാനാകുമ്പോഴാണ് പണി കുറേ, കാരണം ആകെ 2 നേരത്തെ ഫുഡ് ആവശ്യമുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ഉമ്മമാർക്ക് പണിയുള്ള സമയം എന്ന് പറഞ്ഞത് റമദാനിലാണ്. അപ്പോൾ പല ഉമ്മമാരും പറയാറുണ്ട്, നിസ്കരിക്കാനൊന്നും നേരമില്ല, അസറൊക്കെ നിസ്കാരം അണ്ട് തീർക്കലാണ്, വീട്ടുപണിയുള്ള കാരണം പല കാര്യങ്ങളിലൊന്നും ഇത് കിട്ടുന്നില്ലാന്ന്. ശരിക്കും ഈ വീട്ടുജോലി അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനും ഒരു നീയത്തുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടൂലേ ശരിക്ക്? ഇത് തീർച്ചയായും. കാരണം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. അതെപ്പോഴും എങ്ങനെ റമദാനിലെന്നല്ല, ഏത് മാസത്തിൽ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും അത് പരിപൂർണമായും തന്നെ അവർക്ക് പ്രതിഫലമുള്ളത് തന്നെയാണ്. കുടുംബത്തെ നോക്കുക, കുട്ടികളെ നോക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. റമദാനിലേക്ക് ചേർത്ത് വെച്ച് പറയുമ്പോൾ ശരിക്കും ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, റമദാനിൽ നമുക്കറിയാം ഇപ്പോൾ ഷെഹ്റു ഫുർഖാൻ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ ഷെഹ്റു സൊബറും കൂടെയാണ്. റമദാനിൽ ശരിക്കും ഉണ്ടാവേണ്ട ആൾക്ക് സൊബറാണ്. ശരിക്കും സൊബർ ഉണ്ടാവും നോമ്പിൽ നമുക്ക്, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും ഇപ്പോൾ ഞാനൊരു തമാശ രൂപേണ പറയാം. സാധാരണ ഇപ്പം ഒരു വീട്ടിലൊരു ഉപ്പ ഉമ്മ മക്കളുണ്ടാകും. ഉപ്പ രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ഉപ്പ വന്നിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉപ്പ അടുത്തേക്കല്ലോ. അപ്പോൾ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഉപ്പാക്ക് നോമ്പാട്ടോ, അങ്ങോട്ട് ചെല്ലണ്ട. അതിനർത്ഥം എന്താ വെച്ചാൽ ഉപ്പ കുറച്ചൊക്കെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ടിരിക്കുക, ചെന്നപ്പോൾ ഉപ്പ ദേഷ്യപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഉപ്പാക്ക് നോമ്പാണ് എന്നുള്ളതാണ് നമ്മൾ പറയാം. അതേപോലെ ചിലപ്പോൾ പറയും, ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ വികൃതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും, ഈ അവിടെ നിൽക്കട്ടെ, നിസ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ എവിടെയാണ് സൊബർ എന്നുള്ളത് ശരിക്കും നമ്മൾ ആലോചിക്കണം. നമുക്ക് ഈ ആരാധനകളിലൂടെ കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് ശരിക്കും നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ക്രമത്തിൽ അതിങ്ങനെ ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുക എന്നല്ലാണ്ട് കിട്ടേണ്ട കുറേ ഗുണങ്ങൾ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രവർത്തനം എടുത്ത് നോക്കിയാലും അതിന് വളരെ കൃത്യമായി നിയ്യത്ത് ഉണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. പിന്നെ അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കുറേ ആളുകൾ ഇതുപോലെ കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. റസൂൽ തന്നെ ചോദിച്ചില്ല, മനിൽ മുഫ്ലിസ്, പാപ്പരായവരാരാ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമാണ്. ശരിക്കും ആ ഹദീസിലേക്ക് ഇങ്ങനെ വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, സ്വർഗം കിട്ടാൻ ശരിക്കും ഏറ്റവും ഭാഗ്യം ലഭിച്ച ആളുകൾ നമ്മളാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു നന്മ ചെയ്താൽ അതിന് ഇരട്ടി പ്രതിഫലമുണ്ട്. പക്ഷെ തിന്മ ഒന്ന് ചെയ്താലോ ഒരു തിന്മയുള്ളൂ, അതിൻ്റെ ശിക്ഷയുള്ളൂ. അഥവാ ഇപ്പോൾ നമുക്കറിയാം, റമദാനിൽ നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാൽ ഫർളിൻ്റെ കൂലിയാണ്, ദാനം ചെയ്താൽ ഇരട്ടിയാണ് പ്രതിഫലം. ഇങ്ങനെ നമുക്ക് അപ്പോൾ സ്വർഗം നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ നരക അവകാശിയായി പോകുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ മനസ്സിൽ ഈ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന കുറേ തോട്ട്സ്, കുറേ ചിന്തകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. അതായത് ഇവർ കുറേ ചെയ്തു, നമസ്കരിച്ചു, സക്കാത്ത് കൊടുത്തു, നോമ്പെടുത്തു, ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പാപ്പരാണ്. കാരണം ആളുകളോട് വിദ്വേഷം ഉണ്ടാവും മനസ്സിൽ, ആളുകളെ മോശമായി പറഞ്ഞിട്ടുണ്ടാവും, രക്തം ചിന്തിയിട്ടുണ്ടാവും, മറ്റുള്ള അന്യൻ്റെ സ്വത്ത് തിന്നിട്ടുണ്ടാവും. ഇതൊക്കെ എന്നാലും ഇപ്പുറത്ത് നമസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും. പക്ഷെ അല്ലാഹ്ക്ക് അത് വേണ്ട. അപ്പോൾ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് പോകണം. ഇത്രയും വലിയ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിട്ട് നമ്മളതിനെ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ, അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് നമ്മളോട്. മിമ്പറിൽ ഇങ്ങനെ കയറി 3 തവണ ആമീൻ പറഞ്ഞപ്പോൾ അതിലൊരു പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിൽ റമദാൻ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ സാധ്യമായിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്ന പ്രാർത്ഥന. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. ആരാ പ്രാർത്ഥന? ജിബ്രീലാണ്. മലക്കുകളിൽ ശ്രേഷ്ഠൻ്റെ പ്രാർത്ഥനയാണ്. മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠരായ പ്രവാചകനാണ് അതിന് ആമീൻ പറയുന്നത്. ആ പ്രാർത്ഥന എവിടുന്ന?
ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായി പുണ്യമാക്കപ്പെട്ട സ്ഥലത്തു നിന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്, അതിനർത്ഥം അത് സ്വീകരിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്താണ്? ജീവിതത്തിൽ റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കാത്തവനെ ഞാൻ ശപിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ആലോചിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ റമദാൻ അവിടെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് ഈ റമദാനിലേക്ക് ശരിക്കും നല്ല തുടക്കം കിട്ടും. ഇപ്പം നീയത്തിനെ കുറിച്ച് നമ്മൾ ഒരുങ്ങണ പോലെ തന്നെ ഏറ്റവും നല്ല ഒരുക്കം ഇവിടെ നമുക്ക് കിട്ടും. അഥവാ കഴിഞ്ഞ റമദാനുകളൊക്കെ എനിക്ക് എങ്ങനെ ഉപകാരപ്പെടും, ഈ പറഞ്ഞ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലാണോ പെടുക, അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റം വരുത്തി ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ റമദാനിൽ നമ്മൾ ശരിക്കും നമ്മൾ നീയത്ത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ പ്രതിഫലമുണ്ട്. പക്ഷെ ആ പ്രതിഫലത്തിൻ്റെ ഒക്കെ അടിസ്ഥാന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നീയത്താണ്. ഒരാളെയും കാണിക്കാനോ ഒരാളുടെ മുമ്പിൽ പറയിപ്പിക്കാനോ വേണ്ടിയല്ല, പരലോക വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെങ്കിൽ അള്ളാഹു നമുക്കതിന് പ്രതിഫലം നൽകും. ഇപ്പോൾ നീയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസാണ്. നമ്മളെപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഒരു കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് മറ്റു കൈ പോലെ അറിയരുത് എന്നുള്ള നമ്മൾ ചെറുതിലേ മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ നമ്മളെന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കാണിച്ച് കുറേ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ വാങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ടെൻഡൻസി ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യണ പല കാര്യങ്ങൾ തന്നെ ഈ ഒരു കാര്യത്തിന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളെ അമല സ്വാലിഹാത്തുകളൊക്കെ നശിപ്പിക്കുന്ന ഒരു ക്യാൻസറാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ റിയ എന്ന് പറഞ്ഞത്. ഇത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിഫലാവൂലേ? റിയാ, ലോകമാന്യത എന്നുള്ള സംഗതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഏത് പ്രവർത്തനവും, ഇപ്പോൾ നമ്മൾ നീയത്ത് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒന്ന്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനാണ് എന്നുള്ളത് വഴിമാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ ചിലപ്പോൾ നമ്മൾ അംഗീകരിക്കും. ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടാവും അയാൾ ഭയങ്കര എപ്പോഴും നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ അയാൾ എന്തായാലും എന്തെങ്കിലും പൈസ തരും. ഇപ്പോൾ ചില ആൾക്കാർ കൃത്യമായിട്ടൊക്കെ പറഞ്ഞല്ലോ പൈസ അന്ന് എൻ്റെ പേര് നോട്ടീസിൽ വെക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലെക്സ് വെക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൈ കൊടുക്കുന്നു മറു കൈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ അമലുകളും നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടത് പരലോകത്താണ്. ഇവിടെ നമ്മൾ ആൾ കണ്ടോ കണ്ടില്ല എന്നുള്ളത് പ്രശ്നമേ അല്ല, ഒരു പ്രശ്നവുമല്ല. ഇപ്പോൾ ആളുകൾ കുറ്റപ്പെടുത്തുന്ന ചിലപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ നമുക്ക് സ്വഹാബാകളുടെ ചരിത്രം അങ്ങനെ വായിക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ അവർ മക്കളും ഭാര്യ പോലും അറിയാതെ തൻ്റെ തോളിൽ ധാന്യങ്ങൾ ചുമന്ന് അടുത്തുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തിരുന്നു. അതറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉപ്പയുടെ പുറത്ത് ചെറിയൊരു തഴമ്പുണ്ട്. മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വീട്ടിൽ വരികയാണ് അന്വേഷിച്ചിട്ട്, കാരണം ഇയാളെ കാണില്ല, ധാന്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോഴാണ് ഇവർ അറിയുന്നത് എന്ത്, ഞങ്ങളുടെ ഉപ്പ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇതാണ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, സ്വർഗം. അതാണ് ഇപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. പല ആളുകൾക്കും പല രീതിയിലും നമുക്ക് ദാനം ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ അത് എവിടെയും പറയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, ഒന്നും വേണ്ട. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിൻ്റെ ചരിത്രം നമ്മൾ ആലോചിച്ച് നോക്കിയേ. സുബഹിൻ്റെ സമയം നേരത്തെ പോയി ആ ഉമ്മയെ പോയി വൃത്തിയാക്കി ആടിനെ വരെ കറന്നു കൊടുത്തൊക്കെ അത്ഭുതപ്പെടുകയാണിത്. തുടർന്ന് അത് കണ്ടു മനസ്സിലാക്കിയ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അത് പിന്തുടരുകയാണ്. അപ്പോൾ സ്വഹാബാക്കൾ പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞ് വേഗം പെട്ടെന്ന് പോകുമ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പിറകെ പോയി. അപ്പോഴാണ് ഇത് മനസ്സിലാവേണ്ടത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള. നോക്കി ആ നാട്ടിലെ ഖലീഫയാണ്, ആ നാട്ടിലെ ഖലീഫ ഇത് ചെയ്യുന്ന അടിച്ചിട്ട് ഫ്ലെക്സ് ബോർഡ് എവിടെയും വെച്ചായിട്ട് നമ്മൾ കാണില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നീയത്തും ഇതുപോലെ തന്നെ എൻ്റെ പ്രവർത്തനം എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എല്ലാ പ്രവർത്തനവും ഏറ്റവും നന്നായി മാറുക. ഒരാളും അറിയേണ്ട. ഇനിയിപ്പോൾ റമദാൻ വരികയാണ്, നമസ്കാരങ്ങൾ, രാത്രി നമസ്കാരങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. തനിച്ചിരുന്ന് ചെയ്യാവുന്ന കുറേ ഭാഗത്തുകളുണ്ട്. ഇപ്പോൾ ഖുർആൻ പാരായണം നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ധാരാളമായി പാരായണം ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. നമുക്കുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഇപ്പോൾ തറാവീഹ് നമസ്കാരങ്ങളൊക്കെ ഇനി സജീവമായിരിക്കും ആളുകൾ. പക്ഷേ ഈ സജീവതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോഴും പറലുണ്ടാവില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയലുണ്ട് തറാവീഹിന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കിട്ടും, ഫുഡ് ഉണ്ടാവും എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് ആ നീയത്തിലാണ് തറാവീഹ്സ്കരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഒരു പക്ഷേ നോമ്പിനൊക്കെ വന്നിരുന്നു, തറാവീഹൊക്കെ വരാറുണ്ട്. അങ്ങനെ ആളുകളെ കൊണ്ട് ഇപ്പം നോമ്പായിട്ട് ഞാനെങ്ങനെ മാത്രം പോകാണ്ടിരിക്കുക, എല്ലാവരും പോകുമ്പോൾ ഞാനും പോകില്ല, മോശം. കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ആൺകുട്ടികൾക്കുണ്ട് സുബൈക്ക് ഒരു പള്ളി പോക്ക് പ്രത്യേകം, കാരണം വന്നാൽ ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്ന അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതൊരു പ്രവർത്തനം റിയാ കടന്നു വന്നാൽ, ലോകമാന്യത എന്നുള്ള സംഗതി കടന്നു വന്നാൽ അള്ളാഹ്ക്ക് അമല ആവശ്യമില്ല.
നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആ ബോധ്യമാണ് വേണ്ടത്. നാട്ടുകാരെ കാണിക്കാനോ കുടുംബക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ നേട്ടം ഉണ്ടാക്കാനോ ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് കിട്ടും. ഇവിടെ ചിലപ്പോൾ ആളുകളോ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിഗണിച്ച് ചിലപ്പോൾ ആദരവ് തരും, ചിലപ്പോൾ നല്ല ബഹുമതിയൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹിനടുത്ത് വരുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ എന്ത് ചെയ്യും, അയാൾ ഈ ആളുകളുടെ മുമ്പിൽ വഷളായി പോവും. ആ രംഗം തന്നെ ആലോചിച്ച് നമുക്ക് സങ്കടമായി പോകും. കാരണം നമ്മുടെ മനസ്സാണ് അള്ളാഹ് എവിടെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞ്, അള്ളാഹ് ഇലാ കുലൂബിക്കുന്ന ഹൃദയത്തൊക്കെ നോക്കണത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്ത, ഇപ്പോൾ നമ്മളൊരാൾക്ക് ദാനം ചെയ്യുമ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് അവൻ്റെ മനസ്സിലുള്ള ചിന്ത എന്നുള്ളത് അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ആരെയൊക്കെ മറച്ചു വെച്ചാലും അള്ളാഹിനെ അറിയിപ്പിക്കാൻ നമുക്ക് കഴിയൂല. അപ്പോൾ റിയാ എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വീകാര്യമാവില്ല, നമുക്കത് പരലോകത്ത് ഉപകാരപ്പെടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാപ്പരായവരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ റിയാക്ക് കടന്നുകൂടാത്ത നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് റമദാൻ ഉഷാറൊക്കെ എല്ലാവർക്കും കഴിയട്ടെ. ഇപ്പോൾ റിയാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യന്മാരാണ്, തെറ്റുകളെന്ന് പറഞ്ഞത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ പ്രാർത്ഥന, നമ്മളെ ഹൃദയങ്ങളെ മാറ്റിമറിക്കൽ നാഥാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ മനുഷ്യന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള തെറ്റുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഈ റിയായിലേക്കൊക്കെ കടന്നു ചെല്ലാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി പടച്ചോനിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൽ നമുക്ക് അതൊരു ആത്മാർത്ഥതയോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചിന്ത മതി, ഇതെൻ്റെ അവസാനത്തെ പ്രവർത്തനമാണെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ മതി. ഇപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ അവസാന നമസ്കാരമാണ് എന്ന് ചിന്തിച്ച് നമസ്കരിക്കുക. ഇപ്പോൾ ചില ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സ്വഹാബാക്കളെ നമസ്കാരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്, ഇവർ മുമ്പിൽ അള്ളാഹുവിനെ കാണുകയും വലതുഭാഗത്ത് സ്വർഗത്തെ കാണുകയും ഇടതുഭാഗത്ത് നരകത്തെ കാണുകയും പിറകിൽ മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിക്കുകയും അങ്ങനെ നിസ്കരിക്കുക. ഈ നിസ്കാരം കഴിഞ്ഞാൽ എൻ്റെ മലക്കുൽ മൗത്ത് കൊണ്ടുപോകും, അടുത്ത ഒരു നമസ്കാരത്തേക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ചിന്ത. അപ്പോൾ സ്വാഭാവികമായും ആ നമസ്കാരം അത്രമേൽ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയും. നോമ്പും അങ്ങനെ തന്നെയാണ്, വളരെ ലളിതമാണ്. നമ്മൾ ആലോചിച്ചൊക്കെ മതി. ഇപ്പോൾ നമ്മൾ ഈ സംസാരം കേൾക്കുന്ന പല ആളുകളെയും വീട്ടിൽ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു പക്ഷേ അടുത്ത റമദാൻ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, കിട്ടാവുന്ന ഈ ഒരു റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ശരിക്കും ഈ ആത്മാർത്ഥതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല ആളുകളും ഈ നോമ്പിൻ്റെ തുടക്കത്തിലൊക്കെ വലിയ ആവേശം ഉണ്ടാവും, പള്ളിയിലൊക്കെ ഫുള്ളായിരിക്കും. അതെ, ഒരു ആദ്യത്തെ 10 ഭയങ്കര തക്കവയും നോമ്പൊക്കെ, പിന്നെ സ്വാഭാവികമായിട്ടും പഴയ ദിവസം പോലെ തന്നെ ആയി അത് പഴയ രീതിയിലേക്ക് തന്നെ അതായി പോവുകയും ചെയ്യും. ആ ഒരു തക്കവയും സൂക്ഷ്മതയും ഒക്കെ കുറഞ്ഞ് നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും എപ്പോഴാണെന്ന് അറിയോ, നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത മരിച്ചിട്ട് പരലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനിയൊരു അവസരമല്ലല്ലോ എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നമുക്ക് പറഞ്ഞത് റബ്ബന അബ്സുർന വസമിഅന ഫർജിഅന, ഞങ്ങൾ കണ്ടു കേട്ടു ഒക്കെ മനസ്സിലായി, ഒറ്റ ചോദ്യമുള്ളവർ ചോദിക്കണത് ഫർജിഅന, ഒന്ന് മടക്കി തരും, ഒരു ചാൻസും കൂടെ തരുമോ എന്നുള്ളതാണ്. പക്ഷെ ആ ചാൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി ഈ കിട്ടുന്ന ആയുസ് അത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. അതിൻ്റെ മുൻപ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, എന്ത് അമലു സ്വാലിഹത്താകട്ടെ, അത് ആത്മാർത്ഥമായി ചെയ്യുക എന്നുള്ളതാണ്. ആ ചെയ്യുന്നിടത്ത് നമ്മൾ എൻ്റെ അവസാനത്തെ പ്രവർത്തനം ഏതാണ്, ഇപ്പോൾ ഒരു നോമ്പെടുത്തു, ആദ്യത്തെ നോമ്പെടുത്തു, ആ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് കർശനെ നാളത്തെ ഒരു നോമ്പ് എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പക്ഷേ നാളത്തെ നോമ്പിൻ്റെ അവസാനത്തായിരിക്കാം. അങ്ങനെ 30 നോമ്പും അള്ളാഹ് ആയുസ് നീട്ടി തരികയാണെങ്കിൽ 30 നോമ്പും അങ്ങനെ അവസാനത്തെ നോമ്പാണ് എന്ന ചിന്തയോടുകൂടി പല ആളുകളും പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് ഇനി ആയുസുണ്ട്, ഇനി സമയമുണ്ട്, ഇനി ആയുസുണ്ട് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നിടത്താണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നമ്മളെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ 8ഉം 10ഉം ഒക്കെ കൊല്ലം വർഷക്കാലം നമ്മൾ അസുഖമായിട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, മരണത്തെ ഇങ്ങനെ മുന്നിൽ കണ്ടിട്ട്. പക്ഷേ തൊട്ടുപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരസുഖം ഇല്ലാത്തൊരു പ്രയാസമുള്ള ആളുകൾ എന്താ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കേണ്ട നമുക്ക് എന്തുണ്ട്, ഇനി ആയുസ്സുണ്ട്, സമയമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അത്രമേൽ വലിയ പ്രാധാന്യമുള്ള റമദാനാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ചിന്ത വേണം. എനിക്ക് ഇനി അവസരം എന്നുള്ള ചിന്ത അതുണ്ടാവാതിരിക്കരുത്. മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നാളെ ചെയ്യുക എന്നുള്ള സംഗതിയാണ്. ഈ നാളെ നീണ്ടത് എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന റമദാൻ എത്രമേൽ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് തുൽഹത്ത് ബിൻ അബ്ദുള്ള ചോദിക്കുന്നുണ്ട്, റസൂൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം 2 പേർ അവർ ഇസ്ലാം സ്വീകരിച്ചവരാണ്, അതിലൊരാൾ ഷഹീദായി, യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെടുകയാണ്, മറ്റൊരാൾ അടുത്ത കൊല്ലാണ് മരണപ്പെട്ടത്. പക്ഷെ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഷഹീദിനാണ് ഏറ്റവും കൂലി എന്നാണ് മനസ്സിലാക്കുന്നത്, പക്ഷേ സ്വർഗത്തിൽ പ്രവേശിച്ചത് ആ 2ാമത്തെ കൊല്ലം മരിച്ച ആളാണ്, ഷഹീദായ ആളല്ല, മറ്റേ ആളാണ്
അതിനെന്താ കാരണം എന്ന് വെച്ചപ്പോൾ റസൂൽ പറഞ്ഞ ഒറ്റ മറുപടിയുള്ളൂ, അയാൾക്കൊരു റമദാനും കൂടെ കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ റമദാൻ, ഇപ്പോൾ സ്വർഗം, റമദാൻ വന്നാൽ എന്താ പറഞ്ഞത്, ഫത്തിഹത്ത് അബുവാബിൽ ജന്ന എന്നാണ്. ആ സ്വർഗത്തിൻ്റെ കവാടം ഇങ്ങനെ മലക്ക തുറക്കപ്പെടുകയാണ്. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ആരാധനകർമ്മം നിർവഹിക്കാവുന്ന മാസമാണ് റമദാൻ. അപ്പോൾ നമ്മൾ ഇനി അവസരമുണ്ട്, ആയുസ്സുണ്ട് എന്ന് നീട്ടി പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക, മരിച്ച് പരലോകത്തേക്ക് എത്തുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഖുർആൻ നമുക്കത് പറഞ്ഞു തന്നതും റബ്ബന അബ്സുറന വസമിഅന ഫർജിഅന എന്ന് ചോദിച്ചത്. കണ്ടു കേട്ടു മനസ്സിലായി, ഒറ്റ വാക്ക് ഫർജിഅന ഒന്ന് മടക്കി തരും, ചാൻസ് ഇല്ല. പക്ഷെ അവസരങ്ങൾ ആവശ്യപ്പെടും നമ്മളെപ്പോൾ മരിച്ച് മണ്ണായി അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ. പക്ഷേ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഇവിടുന്നാണ്. അത് നമുക്ക് അള്ളാഹിൻ്റെ കിതാബിലൂടെ അങ്ങനെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു വെച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആയുസ്സുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരണം നമ്മളെ പിടികൂടാം. അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും നമ്മൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ അവസാന പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്താൽ നമുക്ക് ആത്മാർത്ഥമായിട്ടത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റിയാസ്ഖാൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ശരിക്കും ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് മരണത്തെ എപ്പോഴും ഓർക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അവസാന നിസ്കാരമാണ്, അല്ലെങ്കിൽ അവസാന നോമ്പാണ്, അല്ലെങ്കിൽ അവസാന പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഏറ്റവും മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഓർക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റമളാനിൽ നല്ല നീയത്തോട് കൂടിയിട്ട്, നീയത്തില്ലെങ്കിൽ ആ കർമ്മത്തിനൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല നീയത്തോട് കൂടിയിട്ട് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. മാക്സിമം റിയാ കടന്നുകൂടാതെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. എന്തായാലും ഇത്ര നേരം നമ്മോട് സഹകരിച്ച റിയാസ്ക്ക് നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.